ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പ്രൈവറ്റ് കാറുകൾ അത് ടാക്സി ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ എൻ്റെ ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്ന ഈ ചാനലിലേക്ക് അവരുടെ സംശയങ്ങൾ അത് ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പലരും ഈ പ്രൈവറ്റ് വാഹനങ്ങൾ റെന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ധാരണയിൽ വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അത്യാവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ ദൂരയാത്ര പോകേണ്ടുന്നവർക്കെല്ലാം വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ ചെക്കിങ് വളരെ വ്യാപകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ധാരാളം പരാതികളും മറ്റ് ടാക്സിക്കാരുടെ ഇടകളിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടും ആയിരിക്കാം അത് ടാക്സി ആക്കിയിട്ടോ അല്ലെങ്കിൽ കോൺട്രാക്ട് കാരേജ് ആക്കി മാറ്റി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ബന്ധപ്പാടിലാണ്. ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വാഹന സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ചും RTO ഓഫീസ് നടപടിക്രമങ്ങളെ സംബന്ധിച്ചും നിലവിൽ ഉള്ള പുതിയ മാറ്റങ്ങൾ, അതുപോലെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസ്, ഇത് സംബന്ധിച്ചിട്ട് എല്ലാ വാർത്തകളും നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ ടാക്സി കാറുകൾ അല്ലെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പെർമിറ്റുള്ള എല്ലാ വാഹനങ്ങൾക്കും സ്പീഡ് ഗവർണറും GPS-ഉം നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഏത് പ്രൈവറ്റ് കാർ പോലും നമുക്ക് ടാക്സി ആക്കി മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ കാറുകൾക്കും ഈ സ്പീഡ് ഗവർണറും GPS-ഉം അത് പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നാനോ കാർ പോലും നമുക്ക് മോട്ടോർ ക്യാബായിട്ട് ടാക്സി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ പല കാറുകളിലും പല ഈ മാനുഫാക്ചറേഴ്സും ഇത് ടാക്സി ആക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ചും കിയ കാറുകൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവർ പ്രൈവറ്റ് കാർ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഈ കാറുകൾ അവർ ഈ ഡീലർഷിപ്പ് വഴി വിതരണം ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ആ ചില കാറുകൾ അത് ടാക്സി ആക്കി നമുക്ക് രജിസ്ട്രേഷൻ നടത്തി ഫിറ്റ്നസോടുകൂടി നമുക്ക് റോഡിൽ ഇറക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ നമ്മുടെ വിഷയം എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് കാർ അത് ടാക്സി ആക്കി മാറ്റുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിന് ഈ GPS-ഉം സ്പീഡ് ഗവർണറും അത് അഡാപ്റ്റബിൾ ആണോ എന്നുള്ള ഒരു അന്വേഷണം അത് ആദ്യം നടത്തിയിരിക്കണം. അപ്പോൾ അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഈ RTO ഓഫീസിനെ സമീപിച്ചുകൊണ്ട് ഇത് ടാക്സി ആക്കാനായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പ്രൈവറ്റ് കാറിന് നമ്മൾ ഒറ്റത്തവണ നികുതി എന്നുള്ള നിലയ്ക്ക് 15 വർഷത്തേക്കുള്ള ആ വൺ ടൈം ടാക്സ് ആണ് അടച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൈവറ്റ് കാർ അത് ടാക്സി ആക്കി മാറ്റുമ്പോൾ അതിൻ്റെ ടാക്സിൽ വരുന്ന ആ മാറ്റം, അപ്പോൾ അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കില്ല. RTO ഓഫീസിനെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ മേക്ക്, മോഡല് ഇതെല്ലാം കാണിച്ച് അവരുടെ ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഇത് എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും, അപ്പോൾ ഇതിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ടാക്സ് അത് അവിടെ നിലനിൽക്കുകയും അതൊരിക്കലും റീഫണ്ട് ലഭിക്കുന്നില്ല. ഈ 15 വർഷത്തെ ഒറ്റത്തവണ ടാക്സ് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് റീഫണ്ട് ലഭിക്കുന്നില്ല. ഇവിടെ ഈ ടാക്സിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് സാധാരണ പ്രൈവറ്റ് വാഹനങ്ങളുടെ റേറ്റിനേക്കാൾ താഴെയാണ്. പക്ഷേ അപ്പോൾ അത് അവിടെ ക്യാരി ഓവർ ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ ടാക്സി ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഈ വാഹനത്തിൻ്റെ ഈ ക്ലാസ് ഓഫ് വെഹിക്കിൾ കൺവേർട്ട് ചെയ്യണം. അതായത് LMV മോട്ടോർ കാർ എന്നുള്ളത് മോട്ടോർ ക്യാബ് എന്നോ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ടാക്സി എന്നോ ആ ഉള്ള രീതിയിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു ക്ലാസ് കൺവേർഷൻ, അതിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്യണം. അതിനു മുമ്പ് ഉറപ്പായിട്ടും RTO ഓഫീസിനെ സമീപിച്ച് അവിടെ നിന്ന് ഈ മാറ്റത്തിനുള്ള ഒരു അനുമതി, ഒരു കൺസെൻറ്റ് അത് വാങ്ങിച്ചതിന് ശേഷം ഒരു ഈ സേവാ കേന്ദ്രത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് ഈ സേവനം ലഭ്യമാണ്. ഒരു ഏജന്റിനെ സമീപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് തന്നെ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് RTO ഓഫീസിന് സമീപത്തുള്ള ഈ സേവാ കേന്ദ്രത്തെ സമീപിച്ചാൽ ഇതിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് അവർ ചെയ്തു തരും. പിന്നീട് ഈ വാഹനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഇപ്പോൾ വെള്ള ബോർഡിൽ കറുത്ത അക്ഷരങ്ങളുള്ള നമ്പർ പ്ലേറ്റ് അത് മഞ്ഞ ബോർഡിൽ കറുത്ത അക്ഷരങ്ങളുള്ള നമ്പർ പ്ലേറ്റുകളാക്കി മാറ്റണം. കൂടാതെ അതിൻ്റെ ഇരുവശത്തും ഈ മഞ്ഞയിൽ കറുപ്പ് നിറത്തിലുള്ള നമ്പറുകൾ അത് പ്രദർശിപ്പിക്കണം. അതിൻ്റെ വശങ്ങളിൽ റിഫ്ലക്റ്റീവ് ടേപ്പ്, മഞ്ഞ നിറത്തിലുള്ള റിഫ്ലക്റ്റീവ് ടേപ്പ് അതിൻ്റെ എൻ്റയർ ലെങ്ത്തിൽ അത് ഒട്ടിക്കണം. ഇതുപോലുള്ള മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ പെർമിറ്റും ഫിറ്റ്നസ് ടെസ്റ്റ് കൂടി എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ വാഹനം ഒരു ടാക്സി ആക്കി അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ റോഡിൽ ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വാഹന സംബന്ധമായിട്ടുള്ള
പ്രത്യേകിച്ചും RTO ഓഫീസ് നടപടിക്രമങ്ങളെ സംബന്ധിച്ചും നിലവിൽ ഉള്ള പുതിയ മാറ്റങ്ങൾ, അതുപോലെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസ്, ഇത് സംബന്ധിച്ചിട്ട് എല്ലാ വാർത്തകളും നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.